എൻ്റെ പേര് മാർഗ്രറ്റ് എന്നാണ്. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. 2019 ജൂലൈ 7-ാം തീയതി ഒരു ബൈപ്പാസ് സർജറി കഴിയുകയും അതേ തുടർന്ന് 1.5 മാസം കഴിഞ്ഞപ്പോൾ മുറിവിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുകയും അത് എല്ലിനെ ബാധിക്കുകയും മുറിവിൽ നിന്ന് വെള്ളം വരികയും ചെയ്തുകൊണ്ടിരുന്നു. തുടർച്ചയായി 5 പ്രാവശ്യം മുറിവ് ഓപ്പൺ ചെയ്ത് സ്റ്റിച്ച് ഇടുകയും എന്നിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല. ഒക്ടോബർ 1-ാം തീയതി ഞങ്ങൾ അഡ്മിറ്റ് ആകുകയും റീ ഓപ്പൺ സർജറി വേണമെന്നും സ്റ്റെൻറ്റ് റിമൂവ് ചെയ്യുകയും ചെയ്തു. എന്നിട്ടും ഒന്നും മാറ്റമുണ്ടാകാതെ ഇരിക്കുകയും CT ആൻജിയോഗ്രാം ചെയ്യുകയും ആൻജിയോഗ്രാം ചെയ്തപ്പോൾ റീ ഓപ്പൺ സർജറി വേണമെന്ന് നിശ്ചയിക്കുകയും നവംബർ 29-ാം തീയതി ഡേറ്റ് നിശ്ചയിക്കുകയും ചെയ്തു. അപ്പോൾ ഒരാഴ്ചത്തേക്ക് ഞങ്ങൾ വീട്ടിൽ വരികയും കൃപാസനത്തിൽ ഇവിടെ വന്ന് അമ്മയുടെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഉടമ്പടിയെടുത്ത് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് നേരുകയും ചെയ്തതിൻ്റെ ഫലമായി തിരിച്ച് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ സർജറി വേണ്ടെന്ന് പറയുകയും മുറിവ് പൂർണ്ണമായും ലീക്കിംഗ് ഇല്ലാതെ ഉണങ്ങി തുടങ്ങുകയും ചെയ്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ അത് പൂർണ്ണമായി സൗഖ്യപ്പെട്ട് ഡിസംബർ 12-ാം തീയതി ഞങ്ങൾ ഡിസ്ചാർജ് ആകുകയും ചെയ്തു. പിന്നീട് തുടർന്ന് ഞങ്ങൾ ഉടമ്പടി എടുക്കുകയും തിരിച്ച് ജോലിയിൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വലിയൊരു സാക്ഷ്യമാണ് ഈ അമ്മ പങ്കുവച്ചത്. ബൈപ്പാസ് സർജറി കഴിഞ്ഞ് 1.5 മാസത്തോളം ആശുപത്രി കയറി ഇറങ്ങി നടക്കുകയായിരുന്നു. അവസാനം ഡോക്ടർ ഇൻഫെക്ഷൻ മാറാതെ വന്നപ്പോൾ പറഞ്ഞത് വീണ്ടും റീ ഓപ്പൺ ചെയ്യണം. നമുക്കറിയാം ആ സർജറി തന്നെ ഒത്തിരി ഓപ്പൺ ബൈപ്പാസ് സർജറി ആയിരുന്നു അല്ലേ? പറഞ്ഞു. അതിനിടയിൽ വാക്യൂം തെറാപ്പി മെഷീൻ ഘടിപ്പിച്ച് ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് 500 ml വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ തുടർച്ചയായി കരഞ്ഞ് പ്രാർത്ഥിക്കുകയും അവിടെ എൻ്റെ സഹോദരി കൃപാസനത്തിൽ നിന്ന് വെഞ്ചരിച്ച തിരിയും ആശീർവാദവും കൊണ്ട് അന്നോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 മാസം കണ്ടിന്യൂവായി ഞങ്ങൾ ആശുപത്രിയിലായിരുന്നു. അതിൽ ഒരു 4 ദിവസമേ ഞങ്ങൾ ആലപ്പുഴയിൽ വന്നുള്ളൂ. ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ജോസഫച്ചൻ ഒരു പ്രാവശ്യം തിങ്കളാഴ്ച വന്നപ്പോൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. തിരിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആൻജിയോപ്ലാസ്റ്റി വേണം, അത് ക്ലോസ് ചെയ്തിട്ട് ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറയുകയും ചെയ്തിരുന്നു. ബൈപ്പാസ് കഴിഞ്ഞിട്ടും പിന്നെയും ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ പൂർണ്ണമായും തകരുകയും ഭയങ്കരമായ ബുദ്ധിമുട്ടിൽ അനുഭവപ്പെടുകയും അമ്മ മാതാവ് ഞങ്ങളെ ഒത്തിരി സഹായിച്ച് റീ ഓപ്പൺ സർജറി കൂടാതെ ആ വെള്ളം ലീക്കിംഗ് എല്ലാം മാറി പൂർണ്ണമായി ഉണങ്ങി തുടങ്ങുകയും ചെയ്തു. തിരികെ ജോലിക്ക് പോവുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ ദുരിതങ്ങളുടെ വലിയൊരു നീണ്ട നിര പരിശുദ്ധമ്മ നേരിട്ട് തൊട്ട് സുഖപ്പെടുത്തി. പറഞ്ഞേ സാക്ഷ്യം ഹസ്ബൻഡോട് അനുഭവം ഒരു വാക്കിൽ പറഞ്ഞോ. എന്താണ് ഉടമ്പടി എടുത്തതിന് ശേഷം സ്വന്തം അനുഭവത്തിൽ എന്താണ് മനസ്സിൽ തോന്നിയത്? വൈഫ് പറഞ്ഞത് തന്നെയായിരുന്നു, സർജറിക്ക് ശേഷം എനിക്ക് നേരെ നിൽക്കാനുള്ള ആവതില്ലായിരുന്നു, മുറിവ് ഉണങ്ങുന്നില്ലായിരുന്നു, കമ്പി ലൂസായതുകൊണ്ട് അവിടുന്ന് പഴുപ്പ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ എല്ലിലെ കമ്പി എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് തല നേരെ നിൽക്കുകയും ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്നും സാക്ഷ്യം പറയാമെന്നും പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ലാസ്റ്റ് ആശുപത്രി ചെന്നപ്പോൾ മുറിവ് ഉണങ്ങി തുടങ്ങിയായിരുന്നു. അതുവരെ ഒരു 7 മാസത്തോളം മുറിവ് ഉണങ്ങാതെ വെള്ളവും പഴുപ്പും വന്നുകൊണ്ടിരുന്നു. ഇപ്പോഴും നല്ല പാടുണ്ട്. വേണമെന്ന് നെഞ്ചത്ത് പാട് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. വലിയൊരു സൗഖ്യമാണ്. നമുക്ക് ഒരിക്കലും പാട് ഇതുവരെ ഉണങ്ങി തുടങ്ങിയിട്ടില്ല. 7 മാസത്തോളം ഉണ്ടായിരുന്ന വലിയ വിഷമതകളാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. ഒപ്പം തന്നെ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി പൂർണ്ണ സൗഖ്യം കിട്ടി.